ചായ കുടിക്കാൻ നിർത്തും എത്ര നിർത്തുമോ ഒരു മാസം ഒരു മാസം പിന്നെ 2 വർഷം ഞാൻ ഇതിന്റെ പുറകിലാണ് കൽസുബായ് കുറച്ചുകൂടെ ഹൈറ്റില്. ഇതിങ്ങനെ കുറെ എണ്ണം കിടക്കുന്നുണ്ട്. എനിക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്. ഈ കണ്ണൊക്കെ അലങ്കല്ലേ? അല്ലല്ല, അലങ്ക ഇത് മുന്നിൽ അലങ്കൊക്കെ മിസ്സായി. ഓ നിങ്ങളെ വിട്ടോ എന്റെ ഞാനാ കയ്യിൽ പിന്നെല്ലാം അടിപൊളിയല്ലേ. Yes, it is. Oh, हम सीधा जाएंगे. ശരിയാ, നന്നായി. हम सीधा किसी माउंटेन में जाएगा अभी. आलंग है वो मदन है. ये अलग? ये वाला ये बड़ा प्लेटो दिख रहा है. हाँ. वो आलंग है. वो पिनाकल की तरह वो मदन है और वो एंड में दिख रहा है बड़ा वो कुलंग है. कुलंग. किसी है मोर रिस्की? हाँ ये दोनों. हाँ ये गैप हम जाना चाहिए. हाँ ये दोनों. हाँ रैपलिंग एंड क्लाइंबिंग देयर. ഓ ആ ഗ്യാപ്പ് കണ്ടോ? റാപ്പലിങ്ങും ക്ലൈംബിങ്ങും അവിടെ വരുന്നുണ്ടാവും. ഇതൊണ്ട് കയറുണ്ടാവും. നോ ഐഡിയ. ബാക്കിൽ ടീംസ് വരണ്ടേ? സീനില്ല. ബാക്കിൽ മെയിൻ ആള് വരണ്ടേ? ടെയിൽ വരുന്നുണ്ട്. അതില്ലേ ഇവളില്ലേ ഈ യോഗ തോന്നുന്ന ഒരു കുട്ടി മിറർ ചോദിച്ചു. അതാ നാളെ ആദ്യം ബീച്ചിന്റെ എല്ലാ സമയം ആദ്യം അല്ല അങ്ങനെ എൻ്റെ ബാഗിലാ. ആ ആ ഞാൻ ദുബായിൽ. ഞാൻ അക്കൗണ്ട്സ്. ആ അബി അവന് പഠിപ്പ് കഴിഞ്ഞ് വെറുതെ ഇരിക്കാം. ഇവിടെ നാട്ടിൽ. ഓൻ കോട്ടയം. തൃശ്ശൂർ കുന്നംകുളം. ജിബിൻ ആലപ്പുഴ.
എടാ നീ കറക്റ്റ് ആണല്ലേ ഞങ്ങളെ കൊണ്ടുപോണ്. അങ്ങനെ അറിയോ? ആ അഗസ്ത്യാർകുളം. ആ ആനയെ കണ്ടോ? കണ്ടില്ലേ? ഗ്രൂപ്പ് അയച്ചോ? കണ്ടോ? ജൽദി ജൽദി. നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഓ മൈ ഗോഡ്. ബാഗല്ല മറ്റേ സ്പോഞ്ചില്ലേ ബാക്കില്. അത് എല്ലാത്തിനും വെർട്ടിക്കൽ വെച്ചാല് ഇല്ല, ഗ്യാപ്പില്ല, ഇതുപോലെ ഇരിക്കില്ല. Yes, dude. അത് മെയിൻ ആൾക്കാർ അങ്ങനല്ലേ. ആ ഞാൻ അവന്റെ ഒപ്പമുള്ള കാരണം നീയാണെന്ന് മനസ്സിലാവില്ലടാ. വണ്ടിക്ക് ഒരു സാധിക്കും. ഈ ഹാർനസിന്റെ അത് ഞാൻ ഇയാളെടുത്ത് ഹരി കൊണ്ട് നല്ലൊരു സീരിയസ് ആണ്. ഇപ്പൊ മൊത്തം കല്ലായി. അറിയാത്ത പോലെ ഓറഞ്ചാണോ? Of course. ഓഹോ
അനക്കുണ്ട് നിനക്കുണ്ടോ ആംഗിളിൻ്റെ ആ അത് സീനില്ല മസിൽ പെയിൻസ് അല്ലേ അത് പിന്നെ വെയിനല്ലേ ആ ഓക്കെ ഓ എനിക്ക് മുട്ടിന് ഞാൻ ഈ വരുന്നതിന് കൂടെ ഡോക്ടറെ കണ്ടിട്ട് വന്നത് പുള്ളിയാണ് നീക്കാപ്പിട്ട് കയറി കൊളം ഐസ് വെച്ചിട്ട് ചെയ്താൽ അത് ഇതാവത്തില്ല. ടെന്നീസ് കളിക്കുമ്പോൾ പയ്യെ കയറുന്നു. കഴിഞ്ഞ തവണത്തെ ലാസ്റ്റ് കയറിയിട്ട് ഞാൻ മേളിൽ പോയി ഛർദ്ദിച്ച് ഒരു പണ്ടാറടങ്ങി. ഫ്രണ്ടിൽ നല്ല സ്ലോ ഫ്രണ്ട് ആ കുഴപ്പമില്ല. അയ്യോ നിങ്ങളായിരുന്നു ഫ്രണ്ടിൽ ഞാൻ വിചാരിച്ചു ഫ്രണ്ടിൽ കുറേ ആൾക്കാരുണ്ടത്. ആസ്വദിച്ച് കയറിയാൽ മതി. എന്തായാലും നമുക്ക് 8 കിലോമീറ്റർ ഉണ്ട്. 5 പറയാൻ പറ്റിയൊരു 5 5ഒന്നും അതിൻ്റെ ആവില്ല. എന്താ പറയണത്? നമ്മളെ താഴെ നടന്നില്ല, അത് പെട്ടെന്ന് കവർ ആവുള്ളൂ. ഇതൊക്കെ പയ്യെ ആ ഇതൊക്കെ ഇപ്പം എത്ര നമുക്ക് ഇവിടെ വേറെ ആരും വരാത്തതല്ലോ. നമ്മളിങ്ങനെ അത് നിങ്ങൾക്ക് നാളെ മനസ്സിലാവും. അതെ അതെ കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഓ ആ ഓ ഓക്കെ ഞാൻ കൊളാബ് ചെയ്യാം പോസ്റ്റ് ചെയ്യുമ്പോൾ. ബാക്കിൽ ഇനിയും ആൾക്കാരുണ്ടായിരുന്നല്ലോ. കൊക്ക വഴി കൊക്ക മല. എടാ അവിടെ നിന്ന് നല്ല ഫോട്ടോ എല്ലാവർക്കും സ്കോപ്പ് ഉണ്ട് ഇവിടെ. അവിടെ കയറി നിന്നാൽ നല്ലൊരു ഫോട്ടോ എടുക്കാം. നീ നടന്നു ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അല്ല നീ വീഡിയോ അല്ലേ ഓണാ. ഈ ആനയൊക്കെ വരുത്താൻ വേണ്ടി നമ്മൾ സൗണ്ടൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ ആ സാധനമൊക്കെ ഉണ്ടാക്കും. ഗൈഡാ ആള് കേട്. ഓ അപ്പൊ ഗൈഡുമാരുടെ മെയിൻ സാധനം അത്. അല്ല അതില്ലാതെ അവർക്ക് പറ്റില്ലല്ലോ. ആ ആगे चलो. Okay. ഇതിന്റെ സൗണ്ട് ഷൂ ഒക്കെ തന്നെ. Hey. കല്ല് താഴ്ത്തിക്ക് വരുന്നു കേട്ടോ.
താഴത്തെ ആ അവിടെ സെക്കൻഡ് ആണ് പണി. ടോപ്പും ബാക്കിയുള്ള അഗസ്ത്യാർക്കട ഇതുപോലെ അതെ 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 ആ ഇത് റൂട്ട് മാർക്ക് ചെയ്തേക്കാം. ഇതുപോലെ ടേണിങ്സിലൊക്കെ അല്ലേ അവർ വെച്ചേക്കുന്നത്. അബിൻ സ്റ്റീവ് ഓക്കെ. ക്ലാരിറ്റി ഇല്ല, അതുകൊണ്ട് മൊത്തം ഇടാൻ പറ്റിയില്ല. നീ നടന്നു ഫ്രണ്ട് ഇത് തന്നെയാണോ വഴി? അതറിയോ? ഉണ്ടോ? അമ്പോ അതാടാ അതായത് നമുക്ക് ക്ഷീണം മാറാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സ് ആണ്. വാവ്, ഓ അടിപൊളി. वहाँ पे बैग रख के फिर वापस मदन जाएंगे. मदन से उतर गए फिर आलंग आएंगे. ഇതൊരു ഹണീബി. ഇതേ വേറെ ഹണീബി കപ്പിൾസാ. केव तक और 1 घंटा लगेगा इधर से. 1 घंटा लगेगा. അപ്പം നമ്മൾ 1 മണിക്കൂറായി, 1.5. ब्रो ये वाला माउंटेन है मदन और ये आलंग, और वो सामने दिख रहा वो मदन के पीछे മറ്റവന്മാര് മേളിൽ എത്തിണ്ടാവൂ. ഒരു പൊടി പോലും കാണാനില്ലല്ലോ അവരുടെ. ഒരു ദിവസത്തിന് പിടിച്ചു നിൽക്കാനുള്ള നട്ട്സ് ഉണ്ട്. അതാ റിബൺ കെട്ടിയാലുണ്ടല്ലേ, അതാടാ ആ വഴിയാണ് പോകണ്ടേ? ആയിരിക്കും. ചതിക്കരുത്. ഇതേ അവിടെ റിബൺ. ഇല്ല ഇല്ല വെറുതെ പറഞ്ഞു. ഓക്കെ.
अरे भाई ये माउंटेन किसी की മലങ്ക് ഹേ और वो മലങ്ക് ഹേ है വേണ്ട ये मलंग മലയാളികൾക്ക് മനസ്സിലാവില്ല ഈ ഹിന്ദി तो पीछे തെക്കിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് പറന്ന് വരുന്നുണ്ടോ ओ रेस्टिंग रेस्ट पानी चाहिए वहाँ पे है पानी हाँ नीचे पानी है എടാ അടിയിൽ പാനിടാ വെള്ളടാ വെള്ളം അതാ बोतल है आपके पास दूसरा खाली बोतल नहीं है കാലി കാലി ആ എടുത്തു ആ ചെറിയൊരു സംഭരണം full of minerals. कुड़े लंगड़ा ഞാൻ എടുക്കുന്നില്ല पानी दान നീ എടുത്തു അതിന് ഞാൻ പറഞ്ഞു വെള്ളം കോരി ഞാൻ വീഡിയോ वीडियो എടുക്കാം ये लाल वाला रिबन है ना हाँ वो लैंडमार्क मार्क है ना सही रास्ता है रास्ता पानी दान പാനിതാ അവര് പറഞ്ഞു തന്നത് ഞാൻ അയച്ചുവിടുന്ന് അടിച്ചു തന്നു തിരിച്ച് पानी दान ഏതാണ്ട് ജില്ലേന്ന് വരെ പറയില്ല നിങ്ങൾ എവിടുന്നാ നിങ്ങളാരാ നിങ്ങളാരാ നിങ്ങൾ എവിടുക്കാ പോണ് നിങ്ങക്ക് വെള്ളം വേണോ ഇവിടെ വെള്ളമുണ്ട് ആ കാലി ബോട്ടിലുണ്ടോ അല്ല അവർക്ക് ഞാനാണ് ഡെയിലി എന്റെ മുന്നേ പോണം. അതെ അതെ ഓക്കെ ഓക്കെ भी लेना है आपको फील करने के लिए और ആ അത് കണ്ടുപിടിക്കണം ഇവരെ കൂടെ നടന്നു ഓക്കെ നിറച്ചിനെടുത്തോ പോയി ओ आपको चाहिए तो देखो കുടിച്ചു തീർത്തോ വെള്ളം നിറച്ചുതരാം ഷാഹിം ഇത് പേരറിയാം പക്ഷേ ഇന്ന പേര് ആ പേരെനിക്ക് ഫെമിലിയർ ആയി. അതെ അപ്പൊ അത്യാവശ്യം ഉണ്ടെന്നാണ് പറഞ്ഞു തരുന്നത് നമ്മളെ വിഷമിപ്പിക്കണ്ടല്ലോ വെച്ചിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു ആ ഓ അത്രേ ഉള്ളൂ അല്ലേ ഇത് നോക്കിയപ്പോ വാവ് അത് കഴിഞ്ഞിട്ട് വെരി നൈസ് പിന്നെ മെല്ലെ ഒന്ന് മദൻ പോയി ഈ സാധനമല്ല ചേച്ചീന്റെ വേക്കുന്നല്ല ഉണ്ടായിരുന്നേ. കണ്ടാ ഫോക്കസ് ആവുന്നില്ലേ നാളെ ബാഗ് പണി തരാം. നാളെ ഫുള്ള് എടുത്ത് നടക്കണം. ഫോക്കസ്ഡ് നാളെ കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ വിശക്കോ. നാളെ ബ്രേക്ക്ഫാസ്റ്റ് പോഹ, ഇന്നത്തെ പോലെ ബാക്കിയൊന്നുമില്ല, മുട്ടയും പഴവും ഇല്ല. നാളെ ചോറ് മാത്രമേ ഉണ്ടാവും. പിന്നെ രാത്രിയേ ഭക്ഷണം ഉണ്ടാവുള്ളൂ. നമുക്ക് ഏകദേശം ഒരു 3 മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് ട്രക്ക് തീർക്കാൻ പറ്റും. ഓ അപ്പൊ 4 മണി ആകുമ്പോഴത്തെ നമ്മള് വില്ലേജിലെത്തും. ഇവരിത് മത്സരയിലാക്കി എടുത്തല്ല.
ഇവരിവിടെ ഇരിക്കുവായിരുന്നു തോന്നുന്നു. നിങ്ങളെവിടെ എത്തിയുള്ളൂ? ഞങ്ങൾ വിചാരിച്ചു മുകളിൽ എത്തിയിട്ടുണ്ടാവുന്നു. ഓ ഇത് അമ്പലാ? പൂജ കഴിഞ്ഞിരിക്കുക ഞങ്ങൾ. പൂജ കഴിഞ്ഞോ? ഫുഡ് പൂജ. തേങ്ങ കഴിച്ചു കഴിഞ്ഞോ? അയ്യോ പ്രസാദം കഴിഞ്ഞു. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. അതെല്ലേ? സംഭവം ആർക്കെങ്കിലും ബാഗിന്റെ ഭാരം ചെറിയ രീതിയിൽ കുറയ്ക്കാവുന്നതാണ്. എല്ലാരും വെള്ളം കുറേശ്ശെ കുടിക്കണേ. പൂജ ഉണ്ടെന്ന്. പൂജ ഉണ്ട് അത്ര. അപ്പൊ ഇവരുടെ വിശ്വാസമാണ് ഇവിടുന്ന് പൂജ ചെയ്ത് പോയാല് ട്രെക്കിങ്ങിന്റെ വിജയമൊന്നും വരില്ല. അതിപ്പോ പൂജയ്ക്ക് നമ്മളൊക്കെ നിൽക്കണം. ടെന്റ് മേറ്റ്. ടെന്റ് മേറ്റ്. ഇതെന്തോ അലങ്ക് മലങ്ക് ആണോ? ഹിന്ദി ബ്രോ इसमें कुछ डिटेल है क्या? एकनाथ बताएगा. ओ एकनाथ बताएगा. एकनाथ നിനക്ക് എന്തിനാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇതൊരു ഇവിടെ പ്രേതം ഒഴിപ്പിക്കുന്ന പരിപാടിയാണ്. ദൈവം അങ്ങനെയൊന്നും പറയില്ലേ? ഇത് പ്രേതമൊന്നും ഇല്ലാത്ത പോലെയാണ്. അതല്ല ഏകനാഥ് വരുന്നുണ്ട്. കൗസല്യ സുപ്രഭ രാമപൂർവ സന്ധ്യ പ്രവർത്തകൻ. അങ്ങനത്തെ ആയതുകൊണ്ടല്ലേ നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? അതെ ചേച്ചി, തേങ്ങ കേടാട്ടോ. ചേച്ചി സ്വയം ആശ്വസിപ്പിക്കുക. തേങ്ങ കേടാണ്. തേങ്ങ കേടാണേ. തേങ്ങ തേങ്ങ നല്ലതാണ്. ഞാൻ കഴിച്ച് കൊടുത്തേറ്റ് ബാക്കി ചേച്ചി കിട്ടിയോ? ആ സൂപ്പർ മാർക്കറ്റിൽ പോയാ ബാഗിൽ പോകും. സൂപ്പർ മാർക്കറ്റിൽ കിട്ടൂല. നല്ല ആൾക്കാർ ആൾക്കൊന്നേ ഉള്ളൂ കേട്ടോ. അയ്യോ ചാറാ ബെസ്റ്റ് ആളുടെ പോയി ഡെയിലി. എടുത്തോ. താങ്ക് യു. ബാഗ് ഇവിടെയാണോ വെച്ചിട്ട് പോവാന്ന് പറഞ്ഞത്? അല്ല ഇവിടെ എന്തോ ഒഴിവാക്കാൻ പറഞ്ഞല്ല. ഒഴിവാക്കാൻ പറഞ്ഞോ? ആ സ്നാക്സ് ഒക്കെ ഇവിടെ ഒഴിവാക്കി.
ഫാസ്റ്റ് ആയിട്ട് നടക്കണേ. ചേച്ചി ബാഗൊക്കെ ഇവിടെയാണ് ഒഴിവാക്കാന്ന് പറഞ്ഞത്. ബാഗ് ആരും ഇവിടെയൊക്കെയല്ലേ, ഇങ്ങോട്ട് ഇനി വരില്ല. തിരിച്ചറിഞ്ഞ എല്ലാരും കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കണേ. ഈ ഫസ്റ്റ് ഒന്നും പറയാൻ ഭയങ്കര സ്ലോ ആയിരുന്നു. ഫസ്റ്റ് ഒന്നും ഭയങ്കര സ്ലോ ആയിരുന്നു. ആ എടാ ലിൻ ജോസേ വാടാ. അയ്യോ അവന്റെ പേരെന്താ? അയ്യോ സ്റ്റീഫ സ്റ്റീഫ വാ പോവാ. ഈ ക്യാനൊക്കെ ഇട്ടേക്കുന്നത് നമ്മളാണ് ഇവിടെ. ഇവരുടെ വിശ്വാസം ഇപ്പൊ നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണല്ലോ AMK കയറുന്നത്. ഇതിലെ കൂടെ ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് ഉണ്ടായിരുന്നു, അത് പിന്നെ തകർന്നു പോയതാണെന്നാണ് ഇവരുടെ വിശ്വാസം. ആദ്യം ഒന്ന് പറയോ? ഞാൻ എടുത്തിട്ട് ഇതൊന്നും ഏതോ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്നെ ട്രോളിക്കൊണ്ട് ഇതുപോലെ എന്തോ അവിടെ ഒരു മല അവിടെ പോകുന്ന 50K വ്യൂ. എന്നിട്ട് ഇതിന്റെ അടി കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ പറയലേ ഇതിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മള് AMK ട്രെക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഗ്രാമീണരുടെ വിശ്വാസം, ഇവിടുന്ന് പൂജ ചെയ്ത ശേഷം നമ്മൾ ട്രെക്ക് ചെയ്തിട്ട് മേലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ട്രെക്കിങ്ങിൽ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നും വരില്ല എന്നാണ്. അപ്പോൾ നമ്മൾ പൂജയൊക്കെ കഴിഞ്ഞു ഒരു തേങ്ങയൊക്കെ അടിച്ച് അങ്ങനെ നിൽക്കുക. അപ്പോൾ നമ്മൾ ഈ പോകുന്ന ട്രെയിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഈ സഹ്യാദ്രിയിലെ ഏറ്റവും ടഫസ്റ്റ് ട്രെക്കാണ് AMK ട്രെക്ക്. അപ്പോൾ ഈ ട്രെയിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഇതിന് ഒരു സ്മൂത്തായിട്ടുള്ളൊരു അണ്ടർഗ്രൗണ്ട് പാസേജ് ഇതുവഴി ഉണ്ടായിരുന്നു എന്നും പിന്നെ കാലക്രമേണ അത് നശിച്ചു പോയി എന്നാണ് ഇവരുടെ വിശ്വാസം. ഓക്കെ ഒരു ടണലിന്റെ സ്റ്റാർട്ടിങ് നമുക്ക് ടെറൈൻ ഒന്ന് കണ്ടറിയാം. ലെറ്റ്സ് സ്റ്റാർട്ട് ഡ്യൂഡ്സ്. അതെ ആ ലീക്കായോ? ആ അത് കേടാവുന്നില്ല. അവര് കേടാവാതിരിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിണ്ടാവുക കിഴങ്ങ്. പിന്നെ ഉച്ചവരല്ലേ ഉള്ളോ. അവന് കറി പേടിയാവുന്ന പേടി, കേടാവുന്ന പേടി. ഇതിലൂടെ പവർ ബാങ്ക് എത്ര മേച്ചാ? ഓ അപ്പൊ അത്യാവശ്യം ചാർജ് ചെയ്യാല്ലേ? ഓ മാൻ താങ്ക്സ്. എന്താ പുലിയല്ലോ ഉണ്ടോ? ആ ട്രക്കിങ് നടന്നിട്ടുള്ള ട്രക്കിങ്ങിലാ? ആ നമ്മുടെ ഇതില്ലേ മകരവിളക്കുണ്ടല്ലോ, മകരവിളക്കില്ലേ, ആ മകരവിളക്കിന്റെ 3 ദിവസം മുന്നേ ആണ് ഇത് ക്ലോസ് ആയത്. ചെലങ്ങളുള്ളോ? ഇപ്പൊ 100-ലൊരു 2%, 5% ഒക്കെ അങ്ങനെ സീനുള്ള ആനകൾ ഉണ്ടാവുള്ളൂ. ഒരു 100 മീറ്റർ ഗ്യാപ്പ്, 50 മീറ്റർ ഗ്യാപ്പ് ഒക്കെ നിൽക്കുവാണെങ്കിൽ നമ്മൾ സേഫ് ആണ്. അതെ, അവരവരുടെ കാര്യം നോക്കിട്ട് പോവും മിക്കതും. ഇത്ര കിലോമീറ്റർ ആന ഓടി വരത്തുള്ളൂ, പിന്നെ ആന തിരിച്ചു പോകും. നല്ല സ്പീഡാന്ന് വെച്ചാൽ ഞങ്ങൾ നാഗരോള് ട്രക്കിങ്ങിന് പോയി, മറ്റേ അനിമൽസിനെ കാണാൻ വേണ്ടിയിട്ട്. വല്ലാതെ അനിമൽസിനൊന്നും കണ്ടില്ല, ആനേനെയും ഇതിനൊക്കെ ഉണ്ട്. കാടിൻ്റെ ഉള്ളില്ലേ, നൈസ് വൈബാട്ടോ. ഞാൻ കരടിനെ കണ്ടില്ല, മസനഗുഡിയില്ലേ, മസനഗുഡിയിൽ നിന്ന് ഉള്ളിലേക്ക് ഒരു വഴിയുണ്ട്. മനുഷ്യരെ ഉപദ്രവിക്കുന്ന ഏറ്റവും കൂടുതൽ കരടി. ആ കാരണം അതുങ്ങളും നമ്മളോട്ട് തന്നെ നിൽക്കുന്നത്. അതെ, അവര് നിന്നുണ്ടെങ്കിൽ വിചാരിക്കും ഉപദ്രവിക്കാൻ നിൽക്കണതാണ്. അവര് നിൽക്കണത് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാവുക. അപ്പോൾ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് തെറ്റിദ്ധരിച്ചിട്ട് അവര് നമ്മളെ അറ്റാക്ക് ചെയ്യും.
നൈസ് വ്യൂ മാൻ. The way is too hard. ശ്രേയച്ചി, ഇത് ഡിഫിക്കൽട്ട് പറഞ്ഞാൽ മറ്റേ വെസ്റ്റേൺ ഗട്ട്സിലാണോ അതോ ആ ഞാൻ കോട്ടയാണ്. സഹ്യാദ്രി ഇവിടം വരെ ഉണ്ട്. ആ ആ ഏത് ഭാഗം? അത് ഈ വയനാട് റൂട്ടാണോ? ആ അത് അതില് മഹാരാഷ്ട്ര വെച്ചിട്ടാണോ അതോ വോൾ? ടഫസ്റ്റ് ആണ്. മഹാരാഷ്ട്ര വെച്ചിട്ടും ടഫസ്റ്റ് ആണ്. ഓ അതായത് നമ്മൾ ഈ മഹാരാഷ്ട്ര തൊട്ട് അങ്ങോട്ടേക്ക് സൗത്ത് ഫുൾ എടുത്താല് ആ ഇത്ര ടഫായിട്ട് ഒരു ട്രക്ക് ഇല്ല. ഓ എന്തേ ഇതൊക്കെ എന്ത്? ഈ നടക്കുന്ന ആൾക്കാരുടെ ഇതാണ് ആ നമ്മളെ മൈൻഡാണ്. ഞാൻ എയർപോർട്ടിന്റെ അപ്പുറത്ത് ബ്രഹ്മഗിരിയുണ്ട്. ആ അപ്പുറത്ത് ചെരുപ്പ് കൊടുത്താ കയറിയത്. ആ ഷൂ ബാഗിൽ വെച്ചിട്ട് ഷൂ എടുക്കാൻ മടി വെച്ചിട്ട് ബാഗ് ഉണ്ടാവില്ലേ, എന്നിട്ട് ആ ബാഗ് ഷൂ ഒക്കെ എടുത്തിട്ടാണ് കയറുന്നത്. അതാ ഏറ്റവും വലിയ കോമഡി. അത് വേണം, ബാഗ് വെച്ചിട്ട് ബാഗിൻ്റെ തരുമോ കുട്ടികളെ? അത് എടുക്കാനുള്ള ഹായ്. 4 മണിയാകുമ്പോഴത്തെ 6 മണിയാകുമ്പോഴത്തെ ട്രക്ക് എടുക്കുന്നത്. ഹായ് ഹായ് ഹായ്. നേരത്തെ പറഞ്ഞാൽ ഞാൻ കൺസെപ്റ്റ് കൊടുക്കുന്നു. ഹേയ് ബനാനെ ഒരു ഹായ് തരാമോ? ഈ പാട്ടുണ്ടല്ലോ, ആ ഇന്നലെ മൊത്തം ഈ നാട്ടിൽ ഈ പാട്ട് കാരണം ദീപം പൊറുതി വിട്ടിട്ടുണ്ട്. എന്തേ? അപ്പൊ ഞാൻ വീണ്ടും കയറി, അതെങ്ങനെയോ മറന്നു. അതേ ദീപം ഹേ ബനാന വീണ്ടും വന്നിട്ടുണ്ട്. അയ്യോ നിങ്ങൾ അനുഭവിക്കും, മറന്നതായിരുന്നു. ആരാ പാടിയിരുന്ന്? അയ്യോ ഹേ വരെ കൊണ്ടു പാട്ട് ഹേയ് ബന വാഴ ഒരു പൂ തരാമോ? പറഞ്ഞുണ്ട് സെറ്റ്. രാത്രി എടുക്കാം. ഞാൻ മൂടോടെ പറയും. ആരാ കണ്ടുപിടിച്ചത്? ഞാൻ. താങ്ക് യു. പറിച്ചതിനില്ലേ? പറിച്ചതിനില്ല. പറിച്ചവൻ വെക്കണം എന്നാണ് ശാസ്ത്രം. അതെ എന്നെ ഓക്കെ. ഇതേ ഒരു ഹണി കോമ്പ് ഉണങ്ങിപ്പോയി. പക്ഷെ റീല് സെറ്റ് ആക്കിയല്ലേ നല്ല റീൽ. അല്ല ഹണി കോമ്പാണ്. റീല് സെറ്റ് ചെയ്യാൻ അതിനുവേണ്ടി എടുക്കുന്നുണ്ട് വീഡിയോസ്. പക്ഷെ എന്റെ ബാറ്ററി പെട്ടെന്ന് തീരും, അതാണ് സീൻ. ആ ഓക്കെ. കഴിഞ്ഞ പുലാവ് തന്നെ ഒരു സ്പോട്ടിലോ? ആ see how difficult the way is. ഡിഫിക്കൽട്ടി കാണിക്കണം, ഫോണൊന്നും വിളിച്ച് കയറല്ലേ. എനിക്കൊരു പുത്തരിയല്ലെന്ന് പറഞ്ഞു. അതെ അതെ. ഇതാണ് നമ്മുടെ ടൈല്, പക്ഷെ ഫ്രണ്ടിലാണ് നടക്കുന്നത് മാത്രം. എവിടെയായിരുന്നു? ഞങ്ങള് കുമാരപർവ്വതത്തിന്റെ ലാസ്റ്റില് റീലെടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടില്ലേ? ആ
അതിന്റെ സൈഡിൽ കൂടെ ഒറ്റ ഓട്ടം വെച്ചു. ആ റീല് നല്ല രസമുണ്ട്. ആ വീഡിയോ നല്ല രസമാണ്. എന്താ സീന്? ഒരിടത്തെ ആ വർക്കിന് സെറ്റ് ചെയ്ത് കൊടുത്ത് ക്രിസ്മസിന് മുമ്പ് അവർക്കൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ആ ഇതുവരെ എത്തിയിട്ടില്ല. രാവിലെ ആരെങ്കിലും പണിക്ക് കൊടുത്തിട്ട് രസമായിരിക്കും. പ്രോപ്പർ സ്റ്റെപ്പ് ഉണ്ടാവില്ല. ഓരോ സ്റ്റെപ്പിലും ഓരോ ഒരു സ്റ്റെപ്പ് വയ്ക്കാം, എടുക്കാം, ഒരു സ്റ്റെപ്പ് വയ്ക്കാം, എടുക്കാം. അങ്ങനെ ട്രൈ ചെയ്യും. നോക്കിയാകുമ്പോൾ 2 സ്റ്റെപ്പ് വയ്ക്കുക, ബ്രീത്ത് എടുക്കുക, 2 സ്റ്റെപ്പ് വയ്ക്കുക, ബ്രീത്ത് എടുക്കുക. ആ ഒരു പാറ്റേണിൽ പോയി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പോകാൻ പറ്റും. ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കയറി പെട്ടെന്ന് ടയർഡാവും. അതാണ് അതിൻ്റെ സംഭവം. എല്ലാം നടക്കാൻ പഠിപ്പിക്കുക. അല്ല പെരിയ പെരിയ കാട് താണ്ടി. ശരിയാണ് അവര് പറഞ്ഞു ഹെൽമെറ്റ് വെക്കുന്നതേ. നമ്മൾ കണ്ടി അറ്റത്തേക്ക് ഇരിക്കുന്ന കല്ലേ ചവിട്ടി കഴിഞ്ഞു. ഓ പിന്നല്ല, നിങ്ങൾ കയറിയപ്പോ എന്റെ തുറന്നു ഹലോ കേട്ടില്ല. അതെല്ലാവർക്കും ഉള്ള സംഭവം. ഇവിടുന്ന് കാണില്ല. ഓ മാൻ, നമ്മൾ നടന്നു കയറിയതല്ലേ അതിനാട്ടി ഹൈറ്റില്. ചേച്ചിയുടെ പേരെന്തായിരുന്നു? കോഴിക്കോട്. യെസ്. അല്ല എൻ്റെ അല്ല, ഞാൻ മോളിൽ കയറുന്നവരുടെ എടുക്കുന്നു. ആ എൻ്റെ നമ്മളെ ഇതിലുണ്ടെന്ന് ഇത് ഫസ്റ്റ് കോപ്പിയാണ്. അതായത് പിന്നെ വീണ്ടും സീനാവും, വീണ്ടും ഇരിക്കാൻ മടിയാവും. അതെ, അവിടുന്ന് താഴത്തേക്കുള്ള വ്യൂ ഉണ്ടല്ലോ, നേരെ സ്റ്റീപ്പാണ്, കാരണം അവിടെ കയറാൻ പറ്റാത്ത. ഇനി കയ്യാ ബെസ്റ്റ്. ഏയ്യോ വേണ്ട, ഞങ്ങൾക്ക് സ്ട്രോങ് സാധനം വേണം. ആ ഇനി മുകളിൽ കയറിയിട്ട് എടുക്കാം. ഇതിൽ കൂടെ എന്തായാലും കൈ സപ്പോർട്ട് വേണം. ആ
ഇത് ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇതുവരെയാണ് ഇതുവഴിയാണോ വഴി? വഴി ഇതുവഴിയല്ലേ? ഇതുവരെയാണോ? സ്റ്റെപ്പ് ഉണ്ടല്ലോ. താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥലം. അപ്പൊ ഇത്രയും റിസ്ക് ആയതുകൊണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ പെട്ടെന്ന് ഈ വഴി കണ്ടുപിടിച്ച് മേലെ കയറി വന്ന് ആക്രമിക്കില്ലല്ലോ. അയ്യോ, നമ്മുടെ പല കോട്ടകളും പല പല രാജാക്കന്മാര് കെട്ടിയിട്ടുണ്ടല്ലോ. പക്ഷെ ഇവിടെയുള്ള തദ്ദേശവാസികളാണ് ഇതൊക്കെ 3 കോട്ടകളും കെട്ടിയത്. എത്ര കാലായി? 15 വർഷമായി. വെരി നൈസ്. സോ ഗോയിങ് വെരി വെൽ. ഇവിടെ ഉണ്ടാക്കിണ്ടാവും അല്ലേ? ആ, പിന്നെ നമ്മളിവിടെ ഈ ഹോളോബ്രിക്സിൽ കെട്ടിയിട്ടുള്ള ഒരു 10 കെട്ട ഇളക്കി മാറ്റാൻ തന്നെ എത്ര സമയം എടുക്കുന്നുണ്ട്? പിന്നല്ല. ഈ പാറ തുറന്നുണ്ടാക്കിയിട്ടുള്ള ഒരു അമ്പലം ഉണ്ട് എല്ലോറ. അതെന്താ അത്ഭുതം ആലോചിച്ച്. അതെ അതെ, ഒരൊറ്റ പാറയാണ് കുത്തിയിട്ടുള്ളത്. അതെന്റെ മോളിൽ നിന്നാ തുടങ്ങിയിട്ടുള്ളത്. പണ്ടത്തെ ആൾക്കാർക്ക് എത്രയോ കഴിവുണ്ട്, പക്ഷെ നമ്മളെ വിചാരം Yeah. കേൾക്കോ? കൂടുതൽ ഡെക്കറേഷൻ മറ്റേ ചുരുളിയിലെ സൗണ്ട് ഇല്ലേ?
പേടി വരും പോയില്ല സൗണ്ട്. തങ്കഞ്ചാടനെ പറമ്പിൽ കുഴിയിട്ടാൻ വന്നവരെ അയ്യോ ഏതോ ഒരു സാധനം ഇളക്കിട്ടോ. പറഞ്ഞാൽ കേട്ടം തോന്നുന്നു അതിന്റെ മക്കൾ ചെറുത് വന്നു. ആ ചെറുതേന നല്ല കടി കിട്ടും. നിങ്ങള് നോക്കിക്കേ. ടെന്റ് മേറ്റ് സെന്റിമേറ്റേ ടെന്റ് മേറ്റ് ഡയറക്ടർ ഞാൻ വർഷങ്ങളായിട്ട് നോക്കുന്നു. ഹൺഡ്രഡ് ആക്കിണ്ടായിരുന്നു. ചാർജ് രാവിലെ കുത്തി 100 ആക്കിയതാ. ആണോ? പക്ഷെ ഇതിന്റെ ബാറ്ററി ലൈഫ് ഫുൾ ബ്രൈറ്റ്നസ് ഇട്ടായിരുന്നോ? ആ ആ 10% ആയി. അത് വരരുതും. ഇങ്ങോട്ട് നോക്കി. ചേച്ചി ശ്രദ്ധിക്കണേ. എന്തായാലേ നമ്മള് വന്ന വഴിയല്ല കാണുന്നത്. ആരോട് വിളിച്ചു അവിടുത്തെ ഒരു സൈറ്റ് എഞ്ചിനീയർ വള്ളിച്ചിറക്കനായിരുന്നു. എന്റെ പ്രായമുള്ളൂ. അവനെ എടുത്ത് കളഞ്ഞു. ഓ പോത്തൊന്നുമില്ല പുല്ല്. എന്റർടൈൻമെന്റ് നിങ്ങക്ക് ദുബായി ഒക്കെ അല്ലേ? നിങ്ങക്ക് അവിടെ എല്ലാം പോയി കാണിക്കും. പക്ഷെ അത് ബ്രോ ഇറങ്ങുമ്പോ വേറെ വഴിയാണോ അത്? സെറ്റ് നിങ്ങളൊക്കെ കേറത്തേ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്? ഓവർ വൈഡ് ആണെന്ന് തോന്നുന്നു. മറ്റവൻ്റെ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കണേ കേട്ടാ. തീ വീഡിയോ ആയിരിക്കും കേട്ടോ ഇത്. നമുക്ക് അപ്പുറയൊക്കെ സ്ഥലമുണ്ട്, കുഴപ്പമില്ല. ഇവിടുന്ന് ഇപ്പൊ നമുക്ക് ബാഗ് കിട്ടിയാലേ
പുറത്തുനിന്ന് നമുക്ക് എടുക്കാം. പുള്ളി ദേഹമല്ല വരച്ചാ കയറുന്ന അവിടെ ചെല്ലുമ്പോ മുറിഞ്ഞൊക്കെ ഇരിക്കും. ഞാൻ പിന്നെ വന്നിട്ട് ആ ടെൻഷനിൽ അവിടെ ഇരുന്ന് പോയി. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എടുത്തേനെ. കിതച്ചു പോയി മനുഷ്യനായ. ഓ കാലാണ് ഏറ്റവും തമ്പി ആട്ടെ കാലിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ചെയ്യുന്നില്ല. ഐഡിയ ഉണ്ടായ അതെ പാനിക്കാകുമ്പോ ഇരട്ടി ചെലവുണ്ടോ. അതെ പാനിക്കാവ്. ഇങ്ങനെ വെക്കുക കാലിങ്ങനെ എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ടല്ലോ കാലം എങ്ങനെ വെക്കണ്ടെന്നുള്ളത് അല്ലേ? നമുക്കാണ് ഇത് അറിയാത്തത് കാലം എങ്ങനെ വെക്കണം എന്നുള്ളത്. വീട്ടുകാരെ കാണിച്ചാൽ മതി. ഞാൻ കയറണ്ട പറയും. ഈ സാധനം വെച്ച് കയറാം. എൻ്റെ കയ്യിലുള്ള ഏതാ ജുമാർ ഈ സാധനം വെച്ചിട്ട് ഇത് ഒരു സൈഡിൽ വെക്കാം. താഴേക്ക് പോയില്ല. ഈ സാധനം ഇതേ പരിപാടി വെച്ചിട്ട് നമുക്ക് കയറാം. മുകളിലേക്ക് നോക്കിയിട്ട് കയറുക. നല്ല ഫോട്ടോ കിട്ടും. ഈ സാധനത്തിന്റെ പേരാണോ? आप ऊपर जाइए, देखिए नीचे से लोग आ रहे हैं, उनसे पहले आप निकल आएंगे. ऊपर जाके घूम के आ जाइए. ऊपर स्टेप पे रश रहेगा तो ये छोड़ दीजिए. एक छोड़ दीजिए. സ്റ്റേജ് പോകണ്ട. ഇനിയും തിരിഞ്ഞു നോക്കോ? വീഡിയോ എടുക്കാൻ എന്റെ പൊന്നെ കേറുന്ന തന്നെ
ഞാൻ അല്ലാതെ ഒന്ന് കയറാൻ വേണ്ടി നോക്കാം. അല്ലെ അവിടെ വെച്ച് പകുതിക്ക് വെച്ച് നിന്നിട്ട് നമ്മളോട് ചിരി വിടുക. ലേഡീസ് നല്ല ഓടിക്കണ്ടല്ലോ, മസിലൊക്കെ പുറത്തിരുന്നിട്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോയി അതെന്താ ശരിയാ. ഓ ഒരു മിനിറ്റ് വലിക്കല്ലേ, ഒരു മിനിറ്റ് ഇത് വലിക്കല്ലേ. ഇതിൽ എളുപ്പല്ല ഇത്തിരി. നല്ല മുട്ടുമുട്ടി കേട്ടോ, കേട്ടോ സൗണ്ട് കിട്ടും. മൃഗില്ല അതില് ഭാഗ്യണ്ട്, നോക്കിക്കോട്ടോ. ഒന്ന് ഉഴിഞ്ഞോടി. നടക്കാം. സമയം എത്രയായി? 4:56. ഓ എന്നിട്ട് ഇവിടെ എത്ര വിളിച്ചുള്ളൂ അല്ലേ? കോടയാണ്. സമയം എത്രയായി? ഓ എന്നിട്ട് ഇവിടെ എത്ര വിളിച്ചുള്ളൂ അല്ലേ? കോടയാണ്. ഇതിനായിട്ടും ടഫാണോ സിമ്പിളാണോ?
എവിടെ അവിടെ ഞങ്ങളുടെ ഇന്നത്തെ വീട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒന്ന് ഇവിടെ, ഇത് ഞങ്ങളുടെ കസിൻസിൻ്റെ വീടാണ്. ഇതാണ് എൻ്റെ സ്വന്തം വീട്. അതെ. ഒയ്യോ, ഇതിൻ്റെ ഉള്ളിൽ ടെൻ്റ് അടിക്കാൻ സ്ഥലമില്ല കേട്ടോ. ആണോ? ഇതിൽ ഗ്യാപ്പ് ഉണ്ട്, പക്ഷെ ഇവിടെ ബ്ലോക്കാണ്. ആ അപ്പൊ നമ്മള് കസിൻസിന്റെ വീട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചു. അല്ല, ഇതിന്റെ വീടാണ്. കസിൻസ് ഇവിടെ വന്നതാണ് തീരുമാനം. അതെ, ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. അതെ അതെ. ജസ്റ്റ് കാണുന്നു, ടെന്റ് അടിക്കുന്നു, തിന്നുന്നു, ഉറങ്ങുന്നു. മുത്തനാളെ അവരൊക്കെ കണ്ടിട്ട് ലഞ്ച് 4 മണിക്ക് വെച്ച് ഞെളിഞ്ഞിരിക്കുന്ന ചേച്ചി. എങ്കിലും ഇപ്പോഴാണ് നിങ്ങൾ ലഞ്ച് കഴിച്ച്. ആ, അപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഫുഡ് ഉണ്ടായിരുന്നു. ആ, ഇതാണ് നമ്മുടെ വീടിന്നത്തെ. ഈ ഓരോരുത്തർ വീടുണ്ടാക്കി വെച്ചിട്ടാ. എന്തല്ലോ ഇതിനുള്ളിൽ വെള്ളമില്ല. അവിടെ അടിക്കാം. ഒന്ന് ലൈറ്റ് അടിച്ചു തരും. എന്തിനു നീ പേടിക്കണം? ഇവിടെ അടിക്കാം അല്ലേ? നിരപ്പ് ഇതൊക്കെ കറക്റ്റാണ് അല്ലേ? നോ പ്രോബ്ലം. അല്ല, ഇതുവരെ സംഭവിച്ചതിന് നോ പ്രോബ്ലം. അതെ. കുറച്ച് നടക്കണം. പനിതാൻ അതാ അവന്മാരുടെ കോഡ് ഭാഷ. അതെ, നമ്മുടെ സൗണ്ട് നമുക്ക് അറിയാം, അറിയില്ലെന്ന്. അതെ അഭിനയിക്കാം. അതെ അതെ. വീട്ടുകാർ കോളൊക്കെ എടുക്കാൻ വയ്യ പുല്ല്. രാത്രി നമ്മൾ എങ്ങനെ ഇറങ്ങിറങ്ങുമ്പല്ലയ്യ. ഓ, ടോർച്ച്. അതിന് നമ്മളിത് കണ്ട ശരിയാണ്. ബ്ലോക്ക് ബൗണ്ടറി. അതെ, താങ്കൾക്ക് എന്താണ് ഈ സ്ഥലത്തെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ പറയല്ല, ഞാൻ കാണിച്ചു തരാം. രാജാവ് ഇവിടുന്ന് കാശ്. അതെ അതെ. ഡാൻസ് കളിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ നിൽക്കുന്നിടത്തോളം ആയ കാലത്താട്ടോ, ഇല്ല ഓഡിയൻസ് ഇരിക്കുന്ന സ്ഥലമാവും ഇത്. അതെ, എന്ത് പ്രാന്തല്ല അവർക്ക്. മലയുടെ മുകളിലേക്ക് താണ്ടി വന്നിട്ട്
ഫാൻസിന് ശേഷം രാജാവ് സമ്മാനം കൂടി കൊടുക്കാൻ ചിലപ്പോ പല്ലക്കില് ആൾക്കാർ ചുമന്ന് കൊണ്ടിരുന്നേ. Historic science, we can assume that there was something yeah. നമ്മുടെ കൂടെയുള്ള ആളാണ്. നമ്മുടെ കൂടെ ഉള്ളതായിരിക്കുമല്ലോ. അതെ, ഈ മരയുടെ മുകളിൽ മൊത്തം നമ്മുടെ കൂടെ ഉള്ളവർ മാത്രമേ ഉള്ളൂ. As per the information got from our team members, this is destroyed by British. സ്ഥലത്തെ കുറിച്ച് പറയാനുള്ളത് കോട്ട അത് ഈ മലമ തന്നെയാണോ? അതാണ് ഞങ്ങൾ നോക്കുന്നത്. അവിടെ നടന്നെത്തുമ്പോൾ വലിയ എന്താണ് പറയാനുള്ളത്? വരുമ്പോ ഇവിടെ തന്നെ ഒന്ന് കുടിക്കണം. ഇവിടെ ഈ പാറകൾ കോട്ടയാക്കി ആരാണ് വെള്ളം നിർത്തിയത്? ശ്രീ രാജരാജേശ്വരി. വെള്ളം കാണിക്കണ്ട കേട്ടോ. അതെ അതെ, വെള്ളം കാണിക്കില്ല, അത്ര പരിശുദ്ധമാണ്. ഇല്ലില്ല, മലയാളികളുടെ ഇടയിൽ എനിക്കറിയാം ഓഡിയൻസിന്റെ അറബിക്സും യൂറോപ്യൻസും. മരുഭൂമി ആയിട്ടുണ്ടെങ്കിൽ അതെടുക്കും, നല്ല വെള്ളം അതെടുത്ത് കളർഫുൾ വെള്ളം. ഇവിടെ കൊണ്ട് കണ്ടുപിടിച്ചാ ഇവിടെ അതിന്റെ അല്ലല്ലേ വെള്ളത്തിൽ വീണതാ. ഇത് വയ്യാതെ വെള്ളത്തിലങ്ങോട്ട് പോയി കിടന്നാണ്. അവിടുന്ന് ഇങ്ങോട്ട് കേരള വഴി നിനക്കറിയില്ലേ? നമ്മളൊക്കെ എങ്ങനെ കോട്ടയിലെത്തും? നോക്കിക്കോട്ടാ, ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒന്നും ഇല്ലാത്ത സ്ഥലാ. നമ്മൾ രാത്രി എങ്ങനെ ഡിഷ് അറിയാം? അതാണ് എന്റെ ഡൗട്ട്. ആ ചേച്ചിയെ കണ്ണുമ്പോ എന്തേലും വെച്ച് നടന്നോട്ടാ. ആണോ? ഗൈസ്, ഇതാണ് അലങ് ഫോർട്ട്. അത് ഇച്ചിരി കുറുക്കി പറഞ്ഞാൽ അതെ അതെ, കേക്കണ്ട. അവിടുന്ന് കൂടി തിരിയണം കേട്ടോ. അപ്പൊ ഇറങ്ങിയാലും സെറ്റ് ആവും. ഞാൻ അവിടെ ഇരിക്കും, ഒരു ഫോട്ടോ എടുത്തരും. ഓഫ് കോഴ്സ്. ഓ, നമ്മുടെ BMC AMC ഒക്കെ കഴിഞ്ഞ ആൾക്കാരുണ്ട്. ഹലോ, നീ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു കേട്ടാ. ഇത് അങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. ഇവിടെ എന്താ നോക്കിട്ട് പറയാം. എവിടാ? കണ്ടുപിടിക്കാൻ നിങ്ങളെവിടാ? ഓ, നല്ല രസം ഈ കല്ല് പൊട്ടിക്കാൻ. സൗണ്ട് കേൾക്കാണ്ടല്ലേ? ഇവിടെ ഒന്നുമില്ല. ഫ്ലാഷ് ഒന്ന് കത്തിക്കോ. അതൊരു ആ ശിവദിക്കാവിൽ
എടാ നോക്കിട്ടോ. അല്ലല്ല നമ്മളെ എല്ലാരും ഇറങ്ങിയിട്ട് കാര്യമില്ല. അവിടെ കുറച്ച് ടൈം എടുക്കുമല്ലോ. അവിടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അവിടെ സ്ഥലം ഉണ്ടാവില്ലല്ലോ. എന്താ എന്തേ ഫോൺ സ്ക്രാച്ച് ആയോ? ഇല്ല, താഴെ വീണ് ചെറുതായിട്ട്. മുന്നിലോട്ടല്ലേ അത് സീനില്ല, ഐഫോണല്ലേ. അതാ പ്രശ്നം. Guys, come on guys. അവിടെ ക്രൗഡ് ഒഴിഞ്ഞ താഴെ. ഇവര് 3 പേരുടെ ഇറങ്ങുവാണ് പിന്നെ കാര്യമുണ്ട്. അവർക്ക് പ്രയോറിറ്റി ഉണ്ട്. കുറെ എല്ലാരും താഴെ എത്തി കുറെ ആൾക്കാർ. അവളുടെ ആ വള്ളി അഴിക്കല്ലേ. ഇങ്ങനെ ഇറങ്ങി കേട്ടോ. ഇവിടെ ലോക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ലോക്ക് ചെയ്യാം. ഇത് ടൈറ്റ് ചെയ്യണം. ഓക്കെ, ആ സൈഡ് തന്നെയാണോ കറക്റ്റാണോ? കറക്റ്റാ. നീ അവിടെ താഴെ അവിടെ ചെല്ലുമ്പോഴേ ഇവിടെ നിന്ന് ഇറങ്ങുന്ന വീഡിയോ എടുക്കണം. ഓക്കെ ഷുവർ. ഇവിടെ എത്തിട്ട് മതി. ഓക്കെ, ഫസ്റ്റ് ബെൽറ്റ് മാറുമ്പോൾ ഞാനിവിടെ എടുക്കുന്നുണ്ടല്ലേ? ആണെന്നേ. ഇനി ഞാൻ അവിടെ വരാം. ഞാൻ ബോൾട്ട് ചെയ്തിട്ട് മതി. ഓക്കെ, ബോൾട്ട് ചെയ്തോ. ആ ഓക്കെ. ക്യാമറ ഇങ്ങോട്ടാണ് ഇരിക്കണം. കറക്റ്റാ, കറക്റ്റ് അല്ലായിരുന്നു നീ പറഞ്ഞപ്പോ കറക്റ്റ്. ഓക്കെ സ്റ്റോപ്പ്. ഓക്കെ, പെതിയ മതി, പെതിയ മതി, പെതിയ മതി. മനസ്സിലായില്ല. പെതിയ മതി എന്ന് പറഞ്ഞാൽ മാറ്റ് തട്ടുന്നു.
സെറ്റാണ്. ഓക്കെ ഓക്കെ. നമ്മൾ ഏത് ഹൈറ്റിലേക്ക് കയറിയിരിക്കുന്നു? ഫീറ്റ് ആയിരിക്കും. ആ മലൊക്കെ എത്ര ചെറുതാ, നമ്മൾ അതിന്റെ മുകളിലല്ലേ ഇന്നലെ കയറി. അതെ. എല്ലാരും നിന്നോളൂ. Jump, jump, shabash jump, shabash jump, shabash jump. ബ്രോ चलते रहो, फटाफट चलो, वाह शाबाश, भले शाबाश. ओ हो हीरो. എന്താണ് 5 सेकंड. പാനിദാൻ. ഹായ്. ഓ മൈ ഗോഡ്. ബോട്ടിലാ. ആ നീ പെട്ടെന്ന് സ്പീഡായിരുന്നു. പാഞ്ചെന്നൊക്കെ പറഞ്ഞു. പാഞ്ചെന്നാ അവരാ 5 സെക്കൻഡ്. ചേർത്ത് വന്നിട്ട് കളഞ്ഞു. എന്തിനാ കളയുന്നേ? ഇത് ഇനിയും അടയ്ക്കാൻ പോകത്തില്ല. അത് കളയണ്ട, വെള്ളം എടുക്കാം, കുഴപ്പമില്ല, ഇങ്ങനെ ഇരുന്നോട്ടെ. ആ വെള്ളം കുടിച്ചോ? ആ വെള്ളം കുടിച്ചോ. പാനിദാൻ. ഇവിടെ പിടിച്ചാൽ ഈ കാല് സ്ട്രെയിറ്റ് ആക്കി എന്ത് വന്നാലും മുട്ട് മടക്കണം. മുട്ട് മടങ്ങരുത്. നിങ്ങൾക്ക് ആ മുട്ട് എന്തിനാ മടക്കണം? മുട്ട് സ്ട്രെയിറ്റ് എന്നിട്ട് ചിരിക്കുക. ഓ ഇവിടെ വേറെ റാപ്പിലിംഗ് ഉണ്ടല്ലേ. ഞാൻ ചെറുതല്ലേ, ഇത് ചെറുതാ, കുഴപ്പമില്ല. ഇതൊന്നും വേണ്ട അത് നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി, എല്ലാം ഉണ്ട്. അൺഫിൽറ്റേർഡ് ആണ്. ഇനിയിപ്പോ വേണ്ടല്ലോ. എടാ അവിടെ നോക്കട്ടാ. സെപ്പറേറ്റ് ആക്കണേ. ഓ ഭയങ്കര ലെങ്ത് ആയി പോകും. അയ്യോ അമ്മരോടെ ഉണ്ടായിരുന്ന എറിഞ്ഞെടുത്തത്. വീണതല്ല വന്നത്, കാലായിട്ട് തടുത്തിട്ട്. എന്നെ നോക്കണേ എന്നെ. ഇവിടെ അല്ലേ? നീ ഇവിടെ ഇരുന്ന് വീഡിയോ എടുത്തത്, ഞാൻ ഇരുന്നിരുന്നില്ലേ? ഓക്കെ. ആ എന്നാ അവനെ പിടിക്കുക, ഇങ്ങോട്ട് വാ, തിരിച്ചിട്. കയറുന്ന വീഡിയോ എടുക്കാം, തിരിച്ച് പെറുക്കി വരുന്ന എടുക്കാം. മുകളിലോട്ട് വെക്ക്. യെസ്, നടന്നോ. ആ
എടാ ശ്രേയ ഈ ചെക്കനോട് പറ ഇതാ വിന്റെ അടുത്തേക്ക് ചോട്ട് ഇൻഫോം ചെയ്തോളൂ. ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്തിട്ട് അതായത് റൂട്ടിൽ നിന്ന് നിങ്ങൾ വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരേ സ്പീഡിൽ പരമാവധി വേഗത്തിൽ നടക്കുക. പിന്നെ നമുക്ക് ഉച്ചഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് തന്നെ ട്രക്ക് പെട്ടെന്ന് തീർക്കണം, അല്ലെങ്കിൽ വിശന്ന് ദാഹിച്ച് നിങ്ങൾ വലയും. അപ്പൊ ഡിലേ വരുത്താതെ പെട്ടെന്ന് നടക്കുക. ഇത് എത്ര ഹവേഴ്സാ? ഇത് 10 കിലോമീറ്റർ ആണ്. സാധാരണ ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് തീർക്കാം. നമ്മള് താഴെ ചെന്നിറങ്ങുന്നത് കുരങ്വാടി എന്ന് പറഞ്ഞ വില്ലേജിലേക്കാണ്. ഞാൻ പറയണ എല്ലാരും കേൾക്കണില്ലേ? കുരങ്വാടി എന്ന് പറഞ്ഞ വില്ലേജിൽ നിന്ന് നമ്മൾ അമ്പേവാടിക്ക് 6 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ നിങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 4 മണിക്ക് ഒരു 3 മണിയാകുമ്പോൾ വണ്ടി അവിടെ ഉണ്ടാവും. 4 മണി വരെ വണ്ടി ഉണ്ടാവും. എല്ലാവരും നന്നായിട്ട് വിശന്ന് വലഞ്ഞിരിക്കുകയായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഡിലേ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പോകും. അവർക്ക് വേണ്ടി വണ്ടി പിന്നെയും വരും. അപ്പൊ അതിന്റെ ചെറിയൊരു പേയ്മെന്റ് ഉണ്ടാവും, മാക്സിമം ഒരു 500. അപ്പൊ ലേറ്റ് ആവുന്ന ആൾക്കാർ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അല്ല, ഇന്ന് നമ്മൾ ആ ബേസ് ക്യാമ്പിലേക്ക് തന്നെയല്ലേ? ബേസ് ക്യാമ്പിലേക്കാണ്. പക്ഷെ അതേ സ്ഥലത്തേക്കാണ് പോകുന്നത്. പക്ഷെ നമ്മൾ വണ്ടിയിലാണ് പോകുന്നത്. കാരണം ഈ 6 കിലോമീറ്റർ നിങ്ങളുടെ നടത്തം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരെങ്കിലും ഒക്കെ ഡിലേ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എത്തുന്ന ആൾക്കാർ 1 മണിക്കൂർ വിശന്ന് ദാഹിച്ച് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. അതുകൊണ്ട് അവർ പ്രശ്നം ഉണ്ടാക്കും, വണ്ടി പോകും. നിങ്ങൾ 4 മണിക്ക് താഴെ എത്തിയില്ലേ വണ്ടി പോകും. പക്ഷെ 1/2 മണിക്കൂർ കൊണ്ട് വണ്ടി തിരിച്ചു വരും. പക്ഷെ അതിന് ചെറിയൊരു പേയ്മെന്റ് ലേറ്റ് ആക്കുന്ന ആൾക്കാർ കൊടുക്കേണ്ടി വരും. അപ്പൊ എല്ലാവരും വേഗം ഒരുമിച്ച് കിടക്കാൻ നിങ്ങൾക്ക് സുഖമായിട്ട് എത്താൻ പറ്റും. കഴിഞ്ഞ ബാച്ച് 3 മണി കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതിനേക്കാൾ ഉഷാറാണ്. വേറൊരു കാര്യം, നമ്മുടെ കൂട്ടത്തില് പേടി അതെ, എന്തായാലും ബ്രോ മറന്നു. ഹലോ അക്ഷയ് ബ്രോ, ഹലോ അക്ഷയ് ബ്രോ, നിങ്ങൾ എത്തിയാണ് ക്യാമ്പില്? പണിക്കാർ അവിടുത്തെ എല്ലാം ഫിനിഷ് ചെയ്ത് നമ്മൾ അറിയിക്കും. നമ്മൾക്ക് ടെക്സ്റ്റർ പരിപാടി ഉണ്ടല്ലോ.